പഠിക്കുന്ന സമയത്ത് ഉറക്കം വരിക എന്നുള്ളത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. അതിന് അവോയ്ഡ് ചെയ്യാനുള്ള ടിപ്സാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ ടിപ്പാണ് സ്റ്റഡി ഇൻ എ വെൽ ഏരിയ വിത്ത് ബ്രൈറ്റ് ലൈറ്റ്. ബ്രൈറ്റ് ലൈറ്റ് സ്ലീപ്പ് ഹോർമോണിനെ സപ്രസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കൂടാതെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ബ്രൈറ്റ് ലൈറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത ടിപ്പ് കൂളർ എൻവയോൺമെൻറ്റ്. നമ്മുടെ റൂമിനെ എപ്പോഴും കൂൾ ആൻഡ് കംഫർട്ടബിൾ ആക്കി വെക്കുക. ഒരു ചെറിയ കൂൾ എൻവയോൺമെൻറ്റ് തന്നെ നമ്മുടെ ഓൾട്ടർനെസ് അതുപോലെ തന്നെ നമ്മുടെ അറ്റൻഷനും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ടിപ്പ്, പഠിക്കാനിരിക്കുന്നത് ഒരു ക്വയറ്റ് പ്ലേസിലായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻസ് ഓഫാക്കി വെക്കാനും മറക്കരുത്. പഠിക്കുന്ന സമയത്ത് വേറെ ടാസ്കുകൾ ചെയ്യാനും ശ്രമിക്കരുത്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ് ഹൈഡ്രേഷൻ. സെൽഫ് ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ എപ്പോഴും പഠിക്കുന്ന സമയത്ത് അടുത്ത് വയ്ക്കുക. സിപ്പ് ഓഫ് വാട്ടർ ത്രൂ ഔട്ട് യുവർ സ്റ്റഡി സെഷൻ. അടുത്തത് സ്നാക്സ് ആണ്. ബ്രെയിൻ ബൂസ്റ്റിംഗ് സ്നാക്സ് ആയിട്ടുള്ള നട്ട്സ്, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ യോഗർട്ട് ഇവയൊക്കെ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഷുഗർ ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക. അടുത്തത് സെൽഫ് എക്സസൈസസ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ബ്രേക്സ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കണ്ടിന്യൂസ് പഠിക്കാതെ ഇടവേളകൾ ലൈക്ക് 15 to 30 മിനിറ്റ്സിൽ ബ്രേക്ക് എടുക്കുക. ആ സമയത്ത് നമ്മൾക്ക് എഴുന്നേൽക്കുകയോ നമ്മളുടെ ബോഡി മൂവ് ചെയ്യുകയോ അതുപോലെ തന്നെ സ്ട്രെച്ചസ് ചെയ്യുകയോ ചെയ്യാം. അതുമല്ലെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ എ വാക്ക് ഔട്ട്സൈഡ് ആൻഡ് ഗെറ്റ് സം ഫ്രഷ് എയർ. വലിയ പാരാഗ്രാഫുകളും ലെസൺസും പ്രത്യേകിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്റ്റും കൂടെ ആകുമ്പോൾ നമുക്ക് മടിയും അതുപോലെ അറ്റൻഷനും കോൺസെൻട്രേഷനും കുറവായിരിക്കും. അതിനുവേണ്ടിയുള്ള വഴികളാണ് ജസ്റ്റ് ചുമ്മാ വായിച്ചു വിടാതെ ചെറിയ നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക, കീ പോയിൻറ്റ്സ് സമറൈസ് ചെയ്യുക, ഫ്ലാഷ് കാർഡ്സ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബുള്ളറ്റ് പോയിൻറ്റ്സും ഉൾപ്പെടുത്താൻ മറക്കരുത്. ഈ ടിപ്സൊക്കെ 100% നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ട്രൈ ഇറ്റ് ആൻഡ് ഷെയർ യുവർ എക്സ്പീരിയൻസ്.